ഹലോ നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ICICI ബാങ്കിന്റെ വേക്കൻസിയാണ്. ഒരുപാട് വേക്കൻസി ഉണ്ട്. 12,500 കൂടുതൽ വേക്കൻസി ഉണ്ട്. അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ ചിലർ വിചാരിക്കും കഴിഞ്ഞ പ്രാവശ്യം നീ ഇപ്പൊ 2-3 പ്രാവശ്യമായിട്ട് ഈ ICICI ബാങ്കിന്റെ ഇത് വീഡിയോ ഇടുന്ന ഞങ്ങൾ അപ്ലൈ ചെയ്ത് ഞങ്ങൾ എല്ലാത്തിനും അപ്ലൈ ചെയ്യുന്നുണ്ട് കിട്ടും. നിങ്ങൾ അപ്ലൈ ചെയ്തെങ്കിൽ നിങ്ങൾ ശരിയായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിന്റെ സെലക്ഷൻ ഉണ്ടാകാഞ്ഞത്. കാര്യം എന്റെ ഈ വീഡിയോ കണ്ടിട്ട് എന്റെ വീഡിയോയിൽ നിന്ന് രക്ഷപ്പെട്ടവർ കൂടുതലും ICICI ബാങ്കിന്റെ ഇതിലൂടെ അപ്ലൈ ചെയ്തവരാണ് രക്ഷപ്പെട്ടിരിക്കുന്നത്. അത് കണക്ക് തന്നെ HDFC ബാങ്കിന്റെയും ഇൻഡിഗോ എയർലൈൻസിന്റെയും വേക്കൻസി അപ്ലൈ ചെയ്തിട്ടുണ്ട്, ചിലർക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ICICI ബാങ്കിന്റെ അവരുടെ വീടിനടുത്ത്, തിരുവനന്തപുരത്തുള്ള ഒരുത്തന് വീടിന്റെ അടുത്ത് തന്നെ കിട്ടി. അത് കണക്ക് തന്നെ കൊച്ചിയിലുള്ള ഒരുത്തന് കിട്ടി, കോട്ടയംകാരന് കിട്ടി. പലരും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് കിട്ടി, ഇന്റർവ്യൂ നടക്കുന്നു. ചിലരുടെയൊക്കെ ഇന്റർവ്യൂ ഫെയിലായി. ചിലർക്കൊന്നും നിങ്ങൾ ശരിയായിട്ട് അപ്ലൈ ചെയ്യുന്നെങ്കിൽ തീർച്ചയായിട്ടും ICICI ബാങ്കിൽ ഒരുപാട് വേക്കൻസി ഉണ്ട്. അപ്പൊ 12,500 വേക്കൻസി എന്നാ പറയുന്നത്. ഞാൻ ഇതിനകത്ത് എല്ലാ വേക്കൻസിയും കണ്ടില്ല. അതുകൊണ്ട് ഇതിനകത്ത് അവരുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്ന പിയൂണുണ്ട്, ക്ലർക്കുണ്ട്, അങ്ങനെ പലരുടെയും 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ എന്റെ തമിഴിൽ ഇത് മാത്രം ഈ ഗ്രാജുവേറ്റ് തൊട്ടുള്ളത് കാണിച്ച്. അത് പ്രഷറിനുണ്ട്. പ്രഷറിന്റെ ഞാൻ കൺഫേം ചെയ്തിട്ടാണ് നിങ്ങളോട് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. കാര്യം ഇത് പ്രഷറിന്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. പ്രഷറിന്റെ ജോബ് ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളൊന്ന് വിചാരിക്കണം. പലരും വിചാരിക്കും ഞാൻ ഇത് പെട്ടെന്ന് ഈ ICICI ബാങ്ക്, HDFC ബാങ്ക്, ഈ ഇൻഡിഗോ, അപ്പം ഇവരുടെ എല്ലാം വെബ്സൈറ്റ്, അതായത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഒന്ന് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അവര് പുതിയതായിട്ട് വരുന്ന വേക്കൻസി അപ്ഡേറ്റ് ചെയ്യും. പഴയ വേക്കൻസി ഫില്ലായി കഴിയുമ്പോൾ അവർ അവിടെ നിന്ന് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് മാറ്റും. അതാണ് നിങ്ങൾ ഈ ഒരു ഇതിലേക്ക് പോകുമ്പോഴത്തേക്ക്, അതായത് ഈ വെബ്സൈറ്റിൽ പോകുമ്പോൾ നിങ്ങൾ നേരത്തെ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കും. നേരത്തെ കണ്ട ആ ഒരു വെബ്സൈറ്റോ അതിനകത്തെ ആ ഒരു വേക്കൻസിയോ ഒന്നുമല്ല ഇപ്പം വരുന്ന പുതിയ വേക്കൻസികളാണ്. അപ്പൊ അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇനി ഞാൻ എപ്പോഴും ഈ വീഡിയോ ഇടണമെന്നില്ല. നിങ്ങൾ തന്നെ ഇതിന്റെ ലിങ്ക് നിങ്ങൾ സേവ് ചെയ്തു വെച്ചാൽ അത് നിങ്ങൾക്ക് പിന്നെ അത് ഉപകാരപ്രദമാകും. നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ നിങ്ങൾ അത് ചെക്ക് ചെയ്യണം, അതിനകത്ത് എന്തെങ്കിലും വേക്കൻസി പുതിയതായിട്ട് വന്നിട്ടുണ്ടോ. അങ്ങനെയും ചെയ്യാൻ പറ്റും. പക്ഷെ അതിനൊന്നും സമയം ആരും കണ്ടെത്താറില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യുന്നത്. ICICI ബാങ്കിന്റെ അതായത് എല്ലാ ആഴ്ചകളിലും എല്ലാ മാസങ്ങളിലും അവരതിന്റെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അത് കണക്ക് തന്നെ വിപ്രോയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്. വിപ്രോയിലും ഇത് കണക്ക് തന്നെയാണ്. ഇന്നലെ എനിക്ക് നോട്ടിഫിക്കേഷൻ വന്ന് വിപ്രോയുടെ അപ്ഡേറ്റ് ആയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടില്ല. എനിക്ക് ഒന്നുകൂടെ മെച്ചമായിട്ട് തോന്നിയത് ICICI ബാങ്കാണ്. ഏത് പ്രായം തൊട്ട് ഏത് പ്രായം വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ എഡ്യൂക്കേഷൻ എന്തായിരിക്കണം, എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്തായിരിക്കണം, ആപ്ലിക്കേഷൻ ഫീസ് ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുള്ളത്, നിങ്ങളെന്റെ ഈ ചാനലിൽ ആദ്യമാണെങ്കിൽ, നിങ്ങൾ ഇതുവരെ ചാനൽ കണ്ടിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അത് കണക്ക് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം. ICICI ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025 നോട്ടിഫിക്കേഷൻ ഔട്ട്. ഇത് അവരുടെ നോട്ടിഫിക്കേഷൻ ആണ്. ICICI ബാങ്ക് റിക്രൂട്ട്മെന്റ് 2025 ഓർഗനൈസേഷൻ ICICI ബാങ്ക്. ഇതിനകത്ത് ഇവര് പറയുന്നത് HR മാനേജറുടെ വേക്കൻസി ഉണ്ട്, ക്ലർക്കിന്റെ വേക്കൻസി ഉണ്ട്, ബ്രാഞ്ച് സെയിൽസ് മാനേജറുടെ ഉണ്ട്, അക്കൗണ്ട് മാനേജറുടെ ഉണ്ട്, പിയൂണുണ്ട്, ഹെൽപ്പറുണ്ട്. പിയൂണ് ഹെൽപ്പറിന്റെ ഒന്നും ഞാൻ കണ്ടില്ല. പക്ഷെ അതിന് 10ാം ക്ലാസ് മതിയായിരിക്കും. അപ്പം ഈ പിയൂണോ ഹെൽപ്പറോ ഒന്നും ഞാൻ കണ്ടില്ല അതിനകത്ത്. ഡ്രൈവറിന്റെ വേക്കൻസി ഞാൻ കണ്ടില്ല. ഓഫീസറുണ്ട്, സെയിൽസ് റിലേഷൻഷിപ്പ് ഉണ്ട്, പ്രൊവിഷണറി ഓഫീസറുണ്ട്, സീനിയർ ഓഫീസറിന്റെ ആണ്. ബാക്കിയെല്ലാം ഉണ്ട്. ഞാൻ ഈ കാണാഞ്ഞത് ഡ്രൈവറിന്റെ കണ്ടില്ല, അതുകൂടാതെ പിയൂണിന്റെ കണ്ടില്ല, ഹെൽപ്പറിന്റെ കണ്ടില്ല, ക്ലർക്കിന്റെ ഞാൻ കണ്ടില്ല. അപ്പം ഇത്രയും വേക്കൻസികളാണ് ഇതിനകത്തുള്ളത്. ഞാൻ അതുകൊണ്ട് അതൊന്നും പറയില്ല. അവരുടെ തന്നെ അവരുടെ വെബ്സൈറ്റിൽ പറയുന്നത് 12,580 വേക്കൻസി, ഒരു അപ്രോക്സിമേറ്റ് വേക്കൻസി ഉണ്ടെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ എന്റെ വീഡിയോയുടെ
താഴെ ആ ഒരു ആപ്ലിക്കേഷൻ ലിങ്ക് തരുന്നുണ്ട്. നിങ്ങൾ അവിടെ ചെന്ന് ചെക്ക് ചെയ്യണം. പക്ഷെ ഞാൻ നോക്കിയിട്ട് ഗ്രാജുവേഷൻ തൊട്ടുള്ളവർക്കേ കിട്ടിയിട്ടുള്ളൂ. MBA-കാർക്ക് അപേക്ഷിക്കാം, അത് കണക്ക് തന്നെ എഞ്ചിനീയർമാർക്ക് അപേക്ഷിക്കാം. അപ്പം വളരെയേറെ വേക്കൻസി ഉണ്ട്, കാര്യം ശരിയാണ്. ഇനി പ്രഷറായിട്ടുള്ളവർക്കും വേക്കൻസി അവിടെ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്രഷറായിട്ടുള്ളവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഹൂ ക്യാൻ അപ്ലൈ ആൾ ഇന്ത്യ മെയിൽ ആൻഡ് ഫീമെയിലിന് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. എക്സ്പീരിയൻസ് പ്രഷറിനും അപേക്ഷിക്കാൻ ഇവിടെ ഇവർ പ്രത്യേകം പറയുന്നുണ്ട്. പ്രഷറിനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാൻ പറ്റും. സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ നിങ്ങൾ CV നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുവാൻ വേണ്ടി ആ വെബ്സൈറ്റിൽ ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടുന്ന റിക്വയർമെന്റ് എന്തൊക്കെയാണെന്ന് അവർ കാണിക്കുന്നുണ്ട്. ആ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ CV തയ്യാറാക്കി അയച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചിരിക്കും. അതും മിക്ക പോസ്റ്റുകളും ആൾ ഓവർ ഇന്ത്യയുടെയാണ്. അപ്പൊ നിങ്ങൾ എവിടുന്ന് അപേക്ഷിക്കുന്നത്, ഇപ്പൊ ആലപ്പുഴയിൽ നിന്നാണെങ്കിൽ അല്ലെങ്കിൽ കൊല്ലത്തു നിന്നാണെങ്കിൽ കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെക്ഷനിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ലൊക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് അവരുടെ ഏത് ബാങ്കാണ് അവിടെ ഉള്ളത്, ICICI ബാങ്കിന്റെ ഏത് ബ്രാഞ്ചാണോ ആ ബ്രാഞ്ചിൽ പോയി നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ICICI ബാങ്ക് റിക്രൂട്ട്മെന്റ് 20-25 സാലറി എന്ന് പറയുന്ന നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം. ICICI ബാങ്ക് എന്ന് പറഞ്ഞാൽ റിപ്യൂട്ടഡ് ഒരു ബാങ്കാണ്. അവിടെ നല്ല സാലറി ഉണ്ട് ഇവിടെ. പിന്നെ ബാങ്കിന്റെ വർക്ക് എന്ന് പറഞ്ഞാൽ പ്രഷറാണ്. അത് എല്ലാ വർക്കിനും ഉണ്ട്. നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിനൊക്കെ പ്രഷറുണ്ട്. ബാങ്കിൽ അതിൽ കൂടുതലില്ല. കാര്യം ബാങ്കിന്റെ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോളർ ജോബാണ് ബാങ്കിന്റെ. അപ്പം ആ ഒരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. ജോബ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അക്രോസ് ഇന്ത്യയാണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് മിനിമം ഏജ് 18 വയസ്സും മാക്സിമം ഏജ് 45 വയസ്സും വരെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. അത് കണക്ക് തന്നെ SC ST അങ്ങനെയുള്ളവർക്ക് ഉള്ള ഗവൺമെന്റ് റൂൾ അനുസരിച്ചുള്ള ഏജ് റിലാക്സേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ആപ്ലിക്കേഷൻ ഫീസ്, ഈ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുമ്പോഴത്തേക്കാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾ വെറുതെ ആണെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു നഷ്ടവും ഇല്ല. ഇതിനൊരു ആപ്ലിക്കേഷൻ ഫീസും ഇല്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം. നിങ്ങൾ വെറുതെ ആണെങ്കിലും അപ്ലൈ ചെയ്യണം. നിങ്ങൾക്ക് ഒരുമാതിരി യോജിച്ച ഒരു വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. കാര്യം ഒരു ഫീസ് നിങ്ങൾക്ക് കൊടുക്കേണ്ട കാര്യമില്ല, ഒരു എക്സാം എങ്ങ് പോയി എഴുതേണ്ട കാര്യമില്ല. ഇങ്ങനെയൊക്കെ വരുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ വിട്ടുകളയല്. നിങ്ങൾ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യണം. അപ്പം ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്ന മൊത്തം നില്ലാണ്. ആർക്കും ഒരു പൈസ പോലും കൊടുക്കേണ്ട കാര്യമില്ല. ആരെങ്കിലും നിങ്ങളോട് പൈസ ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫ്രോഡാണ്. ഇപ്പൊ ഇമെയിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് മെയിലും വരാറുണ്ട്. അത് കണക്ക് മെസ്സേജ് വരാറുണ്ട്, ഫോൺ വരാറുണ്ട്. നിങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ആപ്ലിക്കേഷൻ അയച്ചില്ലേ, അവിടെ നിങ്ങളുടെ സെലക്ഷൻ ആയിട്ടുണ്ട്, കൺഫേം ആകുവാൻ വേണ്ടി ഇത്ര പൈസ തരണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കൊടുക്കുവാൻ തയ്യാറാകില്ലേ. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇവരുടെ ഇത് നോട്ടിഫിക്കേഷന് 10th and 12th പറയുന്നുണ്ട്. ഞാനത് ഇട്ടിട്ടില്ല. Candidate should have passed any graduate or postgraduate from recognized university or institute. അതായത് ഗ്രാജുവേറ്റിനും പോസ്റ്റ് ഗ്രാജുവേറ്റിനും ഇതിനകത്ത് ഗ്രാജുവേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഏത് ഡിസിപ്ലിൻ ആയിക്കോട്ടെ, BSc ആയിക്കോട്ടെ, BCom ആയിക്കോട്ടെ, BA ആയിക്കോട്ടെ, അത് ഗ്രാജുവേറ്റ്. ഇനി പോസ്റ്റ് ഗ്രാജുവേറ്റ് അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾക്ക് ഇത് എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വരും. അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇമ്പോർട്ടന്റ് ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതാണ് നിങ്ങൾ ഇവിടെ ഞാൻ പറയുന്നത് ചില വ്യത്യാസങ്ങൾ അവിടെ കണ്ടേക്കാം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് ഓഫ് ദ കാൻഡിഡേറ്റ് തീർച്ചയായിട്ടും വേണ്ടിയിരിക്കും. 10th ക്ലാസ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് വേണം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ വേണം. ഇമെയിൽ ID മൊബൈൽ നമ്പർ തീർച്ചയായിട്ടും രജിസ്റ്റർ ആയിരിക്കണം. പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. സിഗ്നേച്ചർ നിങ്ങൾ സിഗ്നേച്ചറിന്റെ JPG ഫയൽ വേണം. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണം. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഫോർ. നിങ്ങൾ വേറെ എന്തെങ്കിലും ഇതിനകത്ത് എന്തെങ്കിലും കുറവോ, നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കുറവോ കൂടുതലോ നിങ്ങൾക്ക് അവിടെ പറയുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് അവർ അപ്ഡേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ കാര്യങ്ങൾ മറിഞ്ഞും കൊണ്ടിരിക്കും. ഇമ്പോർട്ടന്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ഓൾറെഡി അപ്ലൈ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈ ഓൺലൈൻ ആസ് സൂൺ ആസ് പോസിബിൾ. അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പോസ്റ്റ് കംപ്ലീറ്റ് ആയിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് അയക്കുന്നോ അത്രയും നല്ലതാണ്. കാര്യം ആ പോസ്റ്റ് കംപ്ലീറ്റ് ആയി സെലക്ഷൻ ആയി കഴിഞ്ഞാൽ അവര് വെബ്സൈറ്റിൽ നിന്ന്, അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് ആ അപ്ലൈ ചെയ്യുന്ന ആ വെബ്സൈറ്റിൽ നിന്ന് അവർ ആ പോസ്റ്റ് മാറ്റിക്കളയും. പിന്നെ നമുക്കത് കിട്ടത്തില്ല. അപ്പം ഇവിടെ ഒരു പോസ്റ്റ് പറഞ്ഞ് അവിടെ അത് നിങ്ങളുടെ വെബ്സൈറ്റിൽ കണ്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അതാണ് ഇവര് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം എല്ലാ സമയത്തും ഇവരുടെ ഏതൊക്കെ വേക്കൻസി ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഏതൊക്കെ വേക്കൻസി ഫില്ലാകുന്നു അക്കോർഡിംഗ്ലി ദേ ആർ അപ്ഡേറ്റിംഗ് ദെയർ വെബ്സൈറ്റ്. അപ്പം ഈ ഒരു രീതിയിലാണ് ഇത് പോകുന്നത്. അപ്പൊ ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് നോക്കാം.
അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ ഇങ്ങനെയുള്ള ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കർസർ പോകുന്ന സ്ഥലങ്ങൾ നിങ്ങൾ നോക്കണം. ഇവിടെ നിങ്ങൾക്ക് ആ സമയം നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുക, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതിലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ്. അതിലെ നിങ്ങൾക്ക് ആ എക്സിക്യൂട്ടീവ്, അവരുടെ ICICI ബാങ്കിന്റെ എക്സിക്യൂട്ടീവ് നിങ്ങൾക്ക് അതിന്റെ ഒരു വേ പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റുന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നിങ്ങൾ താഴോട്ട് പോവുക. താഴോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് കിട്ടും. ഇവിടെ ICICI ഇവിടെ എഴുതിയിട്ടുണ്ട് ICICI ബാങ്ക് അസ്പിറേറ്റ് പ്രോഗ്രാം. നിങ്ങൾ അസ്പിറേറ്റ് പ്രോഗ്രാം ഇത് ചെയ്യുന്നെങ്കിൽ ഇവിടെ അതിന്റെ പറയും നിങ്ങൾക്ക് ഇവിടെ എക്സ്പീരിയൻസ് വേണ്ട, നിങ്ങൾക്ക് 0 പ്രഷറിനും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. റിക്വയർഡ് 0 to 1 year ഒരു അതായത് ഒന്നുമില്ലാത്തവർക്കും ഇതിനകത്ത്, അതായത് പ്രഷറായിട്ടുള്ള കാൻഡിഡേറ്റിനും ഇതിനകത്ത്, എക്സ്പീരിയൻസ് ഒട്ടും ഇല്ലാത്തവർക്കും ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ പറ്റും. എഡ്യൂക്കേഷൻ ഇനിയാ പറയുന്ന ഗ്രാജുവേഷൻ ഉണ്ടായിരിക്കണം. അപ്പം ഈ ലൊക്കേഷൻ എന്ന് പറയുന്ന ആൾ ഓവർ ഇന്ത്യയിലാണ് ഇത് കാണിക്കുന്നത്, ആൾ ഓവർ ഇന്ത്യ. അത് കണക്ക് എക്സ്പ്ലോർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ കാര്യങ്ങൾ വരും. ഇതിന്റെ കാര്യങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ, എക്സിറ്റിംഗ് കരിയർ ഓപ്പർച്യൂണിറ്റി ഫോർ യങ് ഗ്രാജുവേറ്റ് ഇവിടെ പറയുന്നുണ്ട്. ഗ്രാജുവേറ്റ് ആൻഡ് എഞ്ചിനീയർ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഗ്രാജുവേറ്റിന് അവരൊരു പർട്ടിക്കുലർ ഗ്രാജുവേറ്റ് ആയിരിക്കണമെന്ന് പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇതിൽ ഗ്രാജുവേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക്, എഞ്ചിനീയറോ ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും. അപ്പം ഇത് താഴെ ഇവരുടെ പറയുന്നുണ്ട്. കാറ്റഗറി ICICI ബാങ്ക് പ്രോഗ്രാം, ജോബ് ലെവൽ, എൻട്രി ലെവൽ, ജോബ് ടൈപ്പ് ഫുൾ ടൈം, അതായത് എക്സ്പീരിയൻസ് 0 to 1 year, ലൊക്കേഷൻ ആൾ ഇന്ത്യ, ആൾ ഓവർ ഇന്ത്യയുടെയാണ്. അതായത് ആൾ ഓവർ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ വീടിനടുത്ത് തന്നെ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കണക്ക് തന്നെ നിങ്ങൾ പിന്നെ ഇവിടെ അപ്ലൈ നൗവിൽ പോവാം. അപ്ലൈ നൗവിൽ പോകുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ കൊടുക്കണം. അതിൽ നിന്ന് ഗെറ്റ് OTPയിൽ പോകണം. ആ കണ്ടിന്യൂ നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങൾക്ക് അവിടെ ചെന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യണം. അവരെന്തെല്ലാം കാര്യങ്ങളാണ് ചോദിക്കുന്നത്, ഏതെല്ലാം ഡോക്യുമെന്റ്സ് ആണ് അവിടെ കൊടുക്കുന്നത്. കാര്യം അതെല്ലാം കാണിക്കാൻ പോയാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ കാണിക്കാത്തത്. വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ ഇതിനു മുന്നേ അപ്പം ആരും ഉപേക്ഷ വിചാരിക്കരുത്. തീർച്ചയായിട്ടും ICICI ബാങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യണം. ICICI ബിസിനസ് ലീഡർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്, RM ഹോൾസെയിൽ ബാങ്കിങ് ഉണ്ട്. ബി ആളെന്നുള്ളത് നിങ്ങൾ പിന്നെ ക്ലിക്ക് ചെയ്യണം. ഇവിടെ കൂടുതൽ വേക്കൻസികൾ ഇവിടെ വരുന്നുണ്ട്. അക്കൗണ്ട് മാനേജറുടെ വേക്കൻസി ഉണ്ട്, ആപ്ലിക്കേഷൻ ആർക്കിടെക്ട് ഉണ്ട്, ആപ്ലിക്കേഷൻ ഓണർ ഉണ്ട്, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി മാനേജറിന്റെ ഉണ്ട്, അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം. അപ്പം ഇവിടെയും പറയുന്നത് പ്രഷർ ഓർ എക്സ്പീരിയൻസ്ഡ്. ഈ ഒരു അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് പ്രഷറിനും അപേക്ഷിക്കാം, എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ പറ്റും. ഇതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്ന 1 വർഷമാണ്. അതായത് 1 വർഷം ICICI ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാളെ അവർ വിടത്തില്ല. നിങ്ങൾ ഇച്ചിരി ഒരു കോണ്ടാക്ട്, നിങ്ങളുടെ ആ ഒരു സ്വഭാവമൊക്കെ ഒരുമാതിരി ബാങ്കുമായിട്ട് ചേർന്ന് വരികയാണ്, തീർച്ചയായും 1 വർഷം കഴിയും. കാര്യം അവരെപ്പോഴും അവർക്ക് ആവശ്യമുണ്ട് എംപ്ലോയിയെ. അപ്പൊ നിങ്ങൾക്ക് അവിടെ അപ്പോയിന്റ്മെന്റ് ആകും. നിങ്ങൾ ആദ്യം ഒന്ന് എൻ്റർ ചെയ്യുക ബാങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് മുന്നോട്ടുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നമുക്ക് തെളിഞ്ഞു കിട്ടും. അപ്പം ഈ ഇവിടെ പറയുന്നുണ്ട് പ്രഷർ ഓർ എക്സ്പീരിയൻസ് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണിത്. പ്രഷർ ഓർ എക്സ്പീരിയൻസ്ഡ് എഡ്യൂക്കേഷൻ ഇനി പറയുന്നുണ്ട് ഗ്രാജുവേഷൻ ആയിരിക്കണം. ഇനി അക്രോസ് ഇന്ത്യ, ആൾ ഓവർ ഇന്ത്യ ആണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് നിങ്ങളുടെ വീടിനടുത്ത് കിട്ടാൻ സാധ്യത. നിങ്ങൾ എക്സ്പ്ലോറിൽ ക്ലിക്ക് ചെയ്യും. ഇപ്പൊ ഇവിടെ ബാക്കി കാര്യം ICICI ബാങ്ക് അസ്പിറേറ്റ് പ്രോഗ്രാം പറയുന്നുണ്ട്. അപ്ലൈ നൗ ക്ലിക്ക് ചെയ്യണം. ഇത് ഫുൾ ടൈം ആണ്. ICICI ബാങ്ക് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ആണ്. ജോബ് ലെവൽ അപ്രന്റീസ് ആണ്. ജോബ് ടൈപ്പ് ഫുൾ ടൈം ആണ്. ലൊക്കേഷൻ അക്രോസ് ഇന്ത്യ ആണ്. എബൌട്ട് ദ പ്രോഗ്രാം, ഈ പ്രോഗ്രാമിനെ പറ്റി പറയുന്നുണ്ട്. ഇത് ICICI ബാങ്ക് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം ഇൻവൈറ്റ് ആപ്ലിക്കന്റ് ഫോർ എൻഗേജ്മെന്റ് ആസ് അപ്രന്റീസ് അണ്ടർ ദ Apprentice Act 1961 as amended from time to time. This program provides recent graduate with a comprehensive introduction to the banking sector, commensurate with the job training ആണ്. അവര് ട്രെയിനിങ് കിട്ടിയ ഒരു കാൻഡിഡേറ്റിനെ അവർ വിടുവോ? ഒരിക്കലും വിടത്തില്ല. അവരുടെ എംപ്ലോയി ആയിട്ട് തന്നെ 1 വർഷം കഴിയുമ്പോൾ. ലീഡിംഗ് മൊഡ്യൂൾ ഓവർ 12 month പീരീഡ്. നിങ്ങളുടെ ഈ ഒരു ട്രെയിനിങ് എന്ന് പറയുന്നത് 12 month പീരീഡ് ആണ്. അപ്പൊ തീർച്ചയായിട്ടും 12 month പീരീഡ് 1 വർഷം ഒരു ബാങ്കിൽ വർക്ക് ചെയ്ത ഒരാളെ അവരുടെ എംപ്ലോയിയെ കണക്ക് തന്നെ അവർ ഒരിക്കലും വിടത്തില്ല. പിന്നെ എലിജിബിലിറ്റിയെ പറ്റി അവർ ഒരിക്കൽ കൂടി പറയുന്നുണ്ട്. എഡ്യൂക്കേഷൻ ഗ്രാജുവേഷൻ ഫ്രം എ റിക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഇവിടെ പറയുന്നുണ്ട്. ഡ്യൂറേഷൻ ഓഫ് ട്രെയിനിങ് 1 year ആണ്. ഏജ് അപ് ടു 28 years. 28 yearsന് ഇതിന് ചില ഏജിന്റെ ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരു കാര്യം, ദ കാൻഡിഡേറ്റ് ഷാൾ റിസീവ് മിനിമം ₹9,000. ഇത് മിനിമം പറയുന്നത്. 9,000 നിങ്ങൾക്ക്
ഒരു മാസത്തിൽ 9,000 കിട്ടും. അത് നിങ്ങളുടെ വീടിനടുത്ത്, നിങ്ങൾക്ക് ജോലി ഇല്ലാതിരിക്കുക, നിങ്ങളുടെ വീടിനടുത്ത് ഈ 9,000 നിങ്ങളുടെ അപ്രന്റീസ് ആയിട്ട് ഒരു ബാങ്കിൽ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. അപ്പം തീർച്ചയായിട്ടും ആരും ഉപേക്ഷ വിചാരിക്കല്ലേ. വീണ്ടും നമ്മൾ ബൈക്കിലേക്ക് പോവുകയാണെങ്കിൽ ഇതും സെയിം പാറ്റേണിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇവിടെ മേളിൽ അപ്ലൈ ചെയ്യുന്ന ക്ലിക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ അപ്ലൈ നൗ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. സെയിം പ്രൊസീജിയറാണ് ഇവിടെ, എല്ലാത്തിനും സെയിം പ്രൊസീജിയർ. ഇവിടെ മൊബൈൽ നമ്പർ കൊടുത്ത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. അപ്പൊ ഇങ്ങനെയാണ് വരുന്നത്. ഇനിയുമുണ്ട് ഇത്. നമ്മൾ വേറെ ഏതെങ്കിലും എടുക്കുകയാണെന്ന് കണ്ടോ, ആപ്ലിക്കേഷൻ ഉണ്ട്, ആപ്ലിക്കേഷൻ ഓണർ ഉണ്ട്, ഇവിടെ അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാം, ഓഡിറ്റ് മാനേജർ ഉണ്ട്, ക്യാമ്പസ് പ്രോഗ്രാം ഉണ്ട്. പ്രൊഫഷനുള്ള ഒരുപാട് പേര്. അതുകൊണ്ടാണ് 12,500 എന്ന് പേര് പറഞ്ഞത്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ബിസിനസ് അനലിസ്റ്റിന്റെ വേക്കൻസി ഉണ്ട്. അതുകൂടാതെ കോൾഡ് ആർക്കിടെക്ടിന്റെ ഉണ്ട്, കോൾഡ് എഞ്ചിനീയറിന്റെ ഉണ്ട്, ക്രെഡിറ്റ് മാനേജറിന്റെ ഉണ്ട്. 1, 2, 3, 4 ഒരുപാട് വേക്കൻസി ഉണ്ട്. ശരിയാ, നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. ഞാൻ അത്രയും ചെക്ക് ചെയ്തില്ല. ഒരുപക്ഷെ ഇതിനകത്ത് ക്ലർക്കിന്റെ ഒക്കെ വേക്കൻസി ഉണ്ടായിരിക്കാം. ക്രെഡിറ്റ്, ഡേറ്റ, ഹൗസ് ആർക്കിടെക്ട്, റിലേഷൻഷിപ്പ് മാനേജറുടെ ഉണ്ട്. ഇതിന്റെ റിക്വയർഡ് എക്സ്പീരിയൻസ് ഇതിനും 0 to 8 വർഷം വരെ ഉണ്ടെങ്കിൽ കൊള്ളാമെന്ന് അവർ പറയുന്നത്. എഡ്യൂക്കേഷൻ ഇനിയാണ്, ഗ്രാജുവേഷൻ ഇതിനും പറ്റും. അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ വളരെ നല്ലൊരു വീഡിയോ നിങ്ങൾക്ക് കാഴ്ചവെച്ച് വളരെ നല്ലൊരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് സമർപ്പിച്ച്, അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ എനിക്ക് തരുന്ന ഒരു മോട്ടിവേഷനാണ് നിങ്ങൾ ഇത് വീഡിയോ ലൈക്കും ചെയ്യുകയും അത് കണക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.